കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് കാടുകൾ അത്യന്താപേക്ഷിതമാണ്. മരം ഒരു വരം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഒരു മരം 10 പുത്രന്മാർക്ക് സമം എന്ന് വൃക്ഷായുർവേദത്തിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. അങ്ങനെയിരിക്കെ മനുഷ്യരായ നാം കാടുകൾ വെട്ടി നശിപ്പിച്ചും പാറമടകൾ നിർമ്മിച്ചും പ്രകൃതിയെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നു. ഒരു വശത്ത് ഇങ്ങനെ ചൂഷണം നടക്കുമ്പോൾ മലപ്പുറത്ത് മഞ്ചേരിക്കടുത്ത് ചെറാങ്കുത്ത് എന്ന ചെറുഗ്രാമത്തിൽ പുല്ലൂർ കുറ്റാനിക്കാട് മനയിലെ ഹരി ഒരു ഹരിത വിപ്ലവത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇതിനായി അദ്ദേഹം സ്വീകരിച്ച വഴി മിയാവാക്കി വനവൽക്കരണം ആണ്. മുകളിലത്തെ മണ്ണ് നല്ല മണ്ണ് മാറ്റി വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് ആദ്യം പുല്ല് നീക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം അളന്നിട്ട് റെഡിയാക്കും. മുകളിലത്തെ മണ്ണ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കണം. കാരണം അത് വീണ്ടും അതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. ജാപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അക്കീര മിയാവാക്കി രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക വനനിർമ്മാണ രീതിയാണ് ഇത്. 1-2 സെന്റ് സ്ഥലത്ത് ഇടതൂർന്ന് പല ഉയരത്തിൽ വളരുന്ന മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വളരാൻ അനുവദിക്കുന്നത് വഴി ഒരു 15 വർഷം കൊണ്ട് 100 വർഷങ്ങൾക്ക് തുല്യമായ ഒരു വനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഹരിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമ്മളുടെ പഞ്ചായത്ത് മെമ്പർ നിങ്ങൾ വിമല ചേച്ചി എന്ന് പറയും. ഇപ്പോൾ അവരല്ല, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അവർ മാറി. അതിന് മുമ്പുണ്ടായിരുന്ന നമ്മളെ പഞ്ചായത്ത് മെമ്പർ വിമല ചേച്ചിയാണ് ആദ്യം ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. എന്നോട് ചോദിച്ചു, വരിയേട്ടാ നിങ്ങൾ ഏതായാലും ധാരാളം കാടൊക്കെ ഉണ്ടാക്കല്ലേ, എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. അപ്പോൾ അന്ന് അവർക്ക് ആ പദ്ധതിയെ ഉള്ള വിശദമായ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു പദ്ധതി ഉണ്ട്, ഇങ്ങനെ കാടൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി, നമുക്ക് നോക്കില്ലെന്ന് ചോദിച്ചു. ഓ ആയിക്കോട്ടെ എന്നാൽ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് എനിക്ക് ഒരു മിയാവാക്കി ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആദ്യമായിട്ട് അതാണ് കണ്ടത്. അത് വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി. പിന്നെ അപ്പോഴേക്കും ഭരണസമിതിയൊക്കെ മാറി, പുതിയ ഭരണസമിതി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആ പദ്ധതി ബ്ലോക്ക് മുഖാന്തരം ചെയ്യുന്നു. ജില്ലയ്ക്ക് അതിനൊരു കോർഡിനേഷൻ ഒരു ഓഫീസൊക്കെ ഉണ്ട് മലപ്പുറത്ത്, അവർ മുഖാന്തരം ചെയ്യുന്നു. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും അതുപോലെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല, അന്വേഷിക്കേണ്ടി വരും. ചില ബ്ലോക്കുകളിലൊക്കെ ഉള്ളൂ. അത് ഈ നീർത്തട സംരക്ഷണം എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ചില ബ്ലോക്കുകളിൽ ചില പഞ്ചായത്തുകളിലൊക്കെയാണ് അതുണ്ടാവുക. അതുള്ള സ്ഥലങ്ങളിൽ ആ രീതിയിൽ ചെയ്യാം. അല്ലാന്നുള്ളതെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ഇതിൽ ചെയ്യേണ്ടി വരും. മറ്റത് കേന്ദ്രത്തിൻ്റെ അല്ലാതെ ഈ ബ്ലോക്ക് മുഖാന്തരം അല്ലാതെ നേരിട്ട് ചെയ്യുന്നത് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇത് നമ്മളോട് പറഞ്ഞ സമയത്ത് ആദ്യം നമ്മൾ കൂടുതൽ ഏരിയയിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം അന്ന് നമുക്ക് എസ്റ്റിമേറ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10 സെൻറ്റിലൊക്കെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ പിന്നെ അവർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് അവർ എസ്റ്റിമേറ്റ് തന്നു, ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തന്നു. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കൂടുതൽ വോളിയം ചെയ്യാമെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരും. അങ്ങനെയാണ് 2.5 സെൻറ്റാണ് അവരുടെ ഒരു മിനിമം ഒരു പ്രൊജക്റ്റായിട്ട് അന്ന് അവർ പറഞ്ഞത്, 2.5 സെൻറ്റിൽ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളത് ഏറ്റെടുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവരൊരു എസ്റ്റിമേറ്റാണ് തന്നത്. ബാക്കി ഡീറ്റെയിൽ നമ്മൾ കളക്ട് ചെയ്തു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കുറേ ചാനലുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഹരികുമാർ എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹമാണ് കൂടുതൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രൗഡ് ഫോറസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പിന്നെ പോയത്. ഈ പദ്ധതിയിൽ അവരുടെ എസ്റ്റിമേറ്റ് പ്രകാരം 100 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. 100 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 സെൻറ്റ്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 2.5 സെൻറ്റാണ് വരിക. 10 മീറ്റർ നീളം 10 മീറ്റർ വീതി ആയാൽ 100 സ്ക്വയർ മീറ്റർ ആവും. നമുക്കിവിടെ 10 മീറ്റർ സ്ക്വയർ ആയിട്ട് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കുറച്ച് നീളം കൂട്ടിയെടുത്തു, 15x7 എടുത്തു, അത്രയേ ഉള്ളൂ. അതിൽ 100 സ്ക്വയർ മീറ്ററാണ് അവരുടെ ആ പ്രൊജക്റ്റ്. ആ 100 സ്ക്വയർ മീറ്റർ ചെയ്യുന്നതിന് 1.5 ലക്ഷം രൂപയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ഒരു സർട്ടൻ പെർസെൻറ്റേജ് വേണം. ബാക്കിയുള്ളത് അവർ ഗ്രാൻഡായിട്ട് തരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ അവരുടെ നിർദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ മിയാവാക്കി കൺസെപ്റ്റ് പ്രകാരമുള്ളത് നമ്മൾ മരങ്ങളും
പ്രിപ്പറേഷൻസും വേണം, തൈകൾ കുഴിച്ചിടണം. അത്ര മാത്രമേ അവരെ നിർദ്ദേശമുള്ളൂ. അവർ ഇന്ന മരം വാങ്ങണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കൺസെപ്റ്റിൽ എങ്ങനെയാ വെച്ചാൽ ഒരു സ്ക്വയർ മീറ്ററിൽ 4 മരങ്ങളാണ് കുഴിച്ചിടുക. 4 മുതൽ 5 വരെ എന്ന് പറയുന്നത് 3 മുതൽ 5 വരെ എന്ന് പറയുന്നത് നമ്മൾ 4ആണത് എടുത്തിട്ട് ഓപ്റ്റ് ചെയ്തുള്ളത്. ഒരു വലിയ മരം, ഒരു ഇടത്തരം മരം, 2 ചെറിയ മരങ്ങൾ, അങ്ങനെ ഒരു സ്ക്വയർ മീറ്ററിൽ. അപ്പോൾ അങ്ങനെ മൊത്തം ഇവിടെ നമുക്കിപ്പോൾ 100 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ നമുക്ക് 105 സ്ക്വയർ മീറ്റർ ഉണ്ട് കേട്ടോ. 15x7 എടുത്തുകൊണ്ട് 105 സ്ക്വയർ മീറ്റർ ഉണ്ട്. അപ്പോൾ 420 മരങ്ങൾ മൊത്തം വരും. 105 വലിയ മരം, 105 ഇടത്തരം മരം, 210 ചെറിയ കുറ്റിച്ചെടികൾ പോലത്തെ സ്hrubs എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മരങ്ങൾ. അങ്ങനെയാണ് ഇതിൽ വേണ്ടത്. അതിൽ പിന്നെ ഇന്ന സ്ഥലത്തുനിന്ന് മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന മരങ്ങൾ വേണമെന്നൊന്നും ഒരു വിഷയമില്ല. ഇത് ഈ പ്രൊപ്പോർഷനിൽ ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. ഒരു സ്ക്വയർ മീറ്റർ കുഴിച്ചിടുമ്പോൾ ഒരു വലിയ മരവും ഒരു ഇടത്തരം മരവും 2 ചെറിയ മരങ്ങൾ, ഈ പ്രൊപ്പോർഷനിൽ മൊത്തത്തിലും കുഴിച്ചിടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ സാധാരണ നാട്ടിലുള്ള കഴിയുന്നതും പ്രാദേശികമായിട്ട് വളരുന്ന മരങ്ങളാണ് അതിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള അത്തി, ഇത്തി, അരയാല്, പേരാല്, വേങ്ങ, പുന്ന എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുണ്ടായിരുന്ന പഴയ മരങ്ങൾ, ഈവൻ ചേര് വരെ നമ്മൾ ഉണ്ട്. കാരണം ചേരൊന്നും ഇപ്പോൾ പല സ്ഥലത്തും ഇല്ല, കാരണം അതിൻ്റെ ഭയങ്കര പകണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകളുള്ളതൊക്കെ തന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഒരു ചേരും കൂടി നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഏത് മരങ്ങളും ആവാം. പിന്നെ ഫ്രൂട്ട്സ് ഉള്ള മരങ്ങളാവാം, വിരോധമില്ല. വള്ളികളും അങ്ങനത്തതൊന്നും ആയിട്ട് അതിലേക്ക് ഈ മെത്തേഡിലേക്ക് ഉപയോഗിക്കുന്നില്ല, മരങ്ങളായിട്ടുള്ള തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ ഏതായാലും ഇങ്ങനത്തെ കുഴിച്ചിടല്ലേ എന്നുള്ളതുകൊണ്ട് കുറച്ച് ഇത് എന്നുള്ള സാധനങ്ങൾ, അതായത് രുദ്രാക്ഷം നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെ വളരുന്നൊരു സാധനമാണ്, അതുകൊണ്ട് രുദ്രാക്ഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ ആസാമിലൊക്കെ വളരുന്ന ഊതുമരമുണ്ട്. ഊതുമരവും നമ്മളിവിടുത്തെ ക്ലൈമറ്റിന് യോജിക്കുന്ന പൊതുവെ എല്ലാവരും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഊതുമരം അത് ഉൾപ്പെടുത്തി. അങ്ങനെ കുറച്ചൊക്കെ മറ്റുള്ള സ്ഥലത്ത് വളരുന്നതും ഇവിടെ യോജിക്കുന്നതായിട്ട് കണ്ടെത്തിയ മരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായിട്ടുള്ളതും പ്രാദേശികമായിട്ടുള്ള മരങ്ങളാണ്. മൊത്തം നമ്മൾ 87 സ്പീഷീസിൽപ്പെട്ട മരങ്ങൾ ഇതിൽ പെടുത്തിയിട്ടുണ്ട്. ഇത്ര സ്പീഷീസ് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നല്ലൊരു സ്വാഭാവിക വനമാണെങ്കിൽ 30ഓളം സ്പീഷീസാണ് ഇത്ര ഒരു സ്വാഭാവിക വനത്തിൽ ഉണ്ടാവുക എന്നാണ് ഒരു പൊതു സങ്കല്പം. 30 കൂടുതലുണ്ടായാൽ നന്നായി. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ 87ഓളം സ്പീഷീസ്. അപ്പോൾ ശരാശരി എല്ലാ മരങ്ങളും ഒരു 4-5 തൈകൾ വെച്ചിട്ട് എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് നമുക്ക് വില മതിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ ഓക്സിജൻ, ശ്വസിക്കാനുള്ള വായു, അതിന് നമുക്ക് വില ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയാത്ത സാധനം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന തത്വം. പിന്നെ ഈ ആഗോള താപനത്തിനും ഇതിനൊക്കെ കുറേ ആശ്വാസം ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സാങ്കേതിക പദങ്ങളുള്ള കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഷയങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സ്ഥലത്ത് ഇത് കുറച്ച് വലുതായി വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും ഒരു എന്താ പറയുക, ഒരു കൂളാൻ ഇതായിട്ടുള്ള മൈൻഡ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. പിന്നെ സ്വാഭാവികമായിട്ടും കാട്ടിൽ ഉണ്ടാകുന്ന ചെറിയ പക്ഷികളും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 1-1.5 വർഷം കൊണ്ട് തന്നെ ചെറിയൊരു കാടിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുകയും അതിൽ പക്ഷികളൊക്കെ വന്ന് കൂട്ടിയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ആളുകൾ യാക്ര റോഡ് ഫോറസ്റ്റിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ ധാരാളം പറയണമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ ഇതിനൊരു ലാഭം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. മരങ്ങൾ വലുതായി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ സാധാരണ ഒരു പ്ലാന്റേഷനിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വളർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം തിങ്ങി ഇന്ന് വളരെയല്ലേ, അപ്പം മേപ്പെട്ടേ പോകുന്നുണ്ടാവുള്ളൂ, മണ്ണവും കാര്യങ്ങളും കൂടാൻ കുറവായിരിക്കുമല്ലോ. നമ്മൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഏജൻസികളുണ്ട്. ഇപ്പോൾ കാസർഗോഡൊക്കെ ഒരു ടീമുണ്ട്, നമ്മളിവിടെ വേങ്ങരയും ഒരു ടീം വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊണ്ട് കൊടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും അവർ ഫിനിഷ് ചെയ്ത് ചെയ്തു തരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മളിവിടെ പ്ലാന്റേഷനിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുണ്ട്. നമ്മളെ സത്യേട്ടനാണ് വിളിക്കുക, നമ്മളെ ഇവിടെ തന്നെ സത്യേട്ടനുണ്ട്. അപ്പോൾ ഞാൻ സത്യേട്ടനോട് ഈ വിഷയം സംസാരിച്ചു. സത്യേട്ടൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സത്യേട്ടൻ്റെ ആ ധൈര്യത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് സ്വയം ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തത്. അപ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പദ്ധതി നമ്മൾ ആദ്യമായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, അവിടെ ചെയ്തത് കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും അത് എത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ സത്യേട്ടനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സത്യേട്ടൻ എല്ലാ കാര്യത്തിലും ഏത് കാര്യം അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് സിൻസിയറായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരാളാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ പുറപ്പെട്ടു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടുതലായിട്ട് സത്യേട്ടൻ തന്നെ പറയും. ഞങ്ങളിപ്പോൾ സത്യേട്ടൻ്റെ പേരിൽ പോയി വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സത്യേട്ടൻ്റെ പേര് ഇപ്പോൾ ഒന്ന് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കേണ്ടിയിരിക്കുകയാണ്. വെറും സത്യേട്ടൻ എന്നതിന് പകരം മിയാവാക്കി സത്യേട്ടൻ ആക്കണോ എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സത്യേട്ടൻ തന്നെ പറഞ്ഞുതരും. ഞാൻ ഒരു 25 കൊല്ലമായി. ഓർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അത് നമുക്ക് ചെയ്യാം, എത്രയും കഴിയുന്ന ഭംഗിയോടെ നമുക്ക് ചെയ്യാം. സത്യേട്ടനെ സംബന്ധിച്ച് വയ്ക്കുമോ എന്നുള്ള സംശയം ഇല്ല, നമുക്കേ സംശയമുള്ളൂ. എനിക്ക് കഴിയുന്ന അത്രയും
ഇതിൽ ആയിട്ട് കഴിച്ചു തരാം, അത് നന്നാക്കി പണിയെടുത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞ് ധൈര്യം കൊടുത്തു. കണ്ടിട്ടില്ല, ഓരോ പ്ലാനിൽ ഇങ്ങനെ കാണിച്ചു തന്നു. പിന്നെ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ആദ്യം കണ്ട സ്ഥലം വേറെയായിരുന്നു. അതിൻ്റെ അപ്പം അത് വലുതായി വരുമ്പോൾ ആ വേറെയുള്ളതിനും കൂടി മറവ് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് സ്ഥലം മാറ്റി കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമുക്ക് ഫസ്റ്റ് തുടങ്ങിയാലോ, അപ്പോൾ അതിനെ പറ്റി ഒന്ന് പഠിച്ച് ഓര് പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തു. അത്ര അതിനെപ്പറ്റി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ചെറിയ കുട്ടികൾക്കാണ് ഇത് കാര്യമായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ അറിയാത്ത മരങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കാവുമ്പോൾ ഇത് ഇത്രയും നാട്ടിൽ നിന്ന് പോയ മരങ്ങളാണല്ലോ, അത് തിരിച്ചു വന്നപ്പോൾ ഓർക്കൊക്കെ കാണും. ഇത് കുറച്ചുകൂടി വലുതായി കാര്യാൽ കുട്ടികളെ സ്കൂളിൽ നിന്നായാലും ഇവരുടെ കുട്ടികൾ വന്ന് ഇത് കാണാനും, അതാണ് ഇത്രയും ഭംഗിയിൽ ഇത് പണിയെടുക്കും. സ്കൂൾ കുട്ടികൾക്ക് വരെ ഇത് ചെറിയ കുട്ടികൾക്ക് വരെ ഇത് കാണണം, അതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റുപാവും നടക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചുറ്റുപാവുള്ള വഴിയും കൂടി കണ്ട് ഇത് പണിയെടുത്തത്. ഇത് സന്തോഷം കൂടെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞാൻ പറഞ്ഞ ഇതാ വേറെ ആരൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം, നമുക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കാം എന്നാൽ അങ്ങോട്ടേ വരണം. ഇത് നമുക്ക് മരങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത് എന്തായാലും അത് കൂലി നോക്കിയിട്ട് പോകുമ്പോൾ അത് ഞാൻ ചെയ്തു. ഉണ്ട് അങ്ങനെ ഓരോന്ന് ചോദിക്കണ്ട, അപ്പോൾ ചെയ്ത് കൊടുക്കാം, പ്ലാൻ പറഞ്ഞു കൊടുക്കാം. അത് വേണ്ടതും മരങ്ങൾ വരുന്നല്ലോ വേണ്ട. ഈ 2.5 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അതിന് ഒരു ഗവൺമെൻറ് ഇത്ര പൈസ തരും. അപ്പോൾ അത് മാത്രമേ കണക്ക് കൂട്ടാൻ പാടില്ല. ഇതിൻ്റെ ചുറ്റുഭാഗമുള്ള സ്ഥലം കൂടി ഇതിന് എങ്ങനെയാണ് ചുറ്റുകളവിൽ ഒരു 10 മീറ്റർ നമ്മൾ കാണണം. ഇതിൻ്റെ മരം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഒയ്യുക ചെയ്യാം. ഇതിൽ തന്നെ 400 മരം നിർത്തുമ്പോൾ 400 മരം അതിൽ നിൽക്കില്ല, പുറത്തേക്ക് ഒഴിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് വേറെയുള്ളൊരു വളപ്പിൻ്റെ അരിവിലാണെങ്കിൽ ഓർക്ക് തല്ലിയാവും, അത് പിന്നേക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചുറ്റളും കൂടിയും 10 മീറ്ററോളം ചുറ്റളവ് കാണുന്നുണ്ട്. എന്നിട്ട് ഇത് തുടങ്ങാൻ പാടില്ല. ചിലവർ തരുന്നുണ്ട് ഇത് 2.5 സെൻറ്റല്ലുള്ളൂ, ഇത് ചെയ്യാമെന്ന്. ചുറ്റുഭാഗം 10 മീറ്റർ നമ്മൾ കാണണം സ്ഥലം ഇതിന് വളരാനുള്ള. ഇല്ല, ഇതിൽ അറിയാത്ത സാധനം നമ്മൾ കാണും, പേരറിയില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഈ ഒരു കല്ലിൽ എത്തണം, അത് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാം. അങ്ങനെ ഒരു പേര് വരുമ്പോൾ നമ്മൾ നാട്ടിൽ പറയുന്ന പേരാവില്ല, സാധനം നമുക്ക് അറിയുന്നത് കുറേ ഉണ്ട്. നോർത്ത് ഇന്ത്യത്തേക്ക് ആകുമ്പോൾ ചിലപ്പോൾ വേറെ പേരുകളായിരിക്കും. രുദ്രാക്ഷം സാധാരണ നല്ല തണുപ്പുള്ള സ്ഥലത്തുണ്ടാവണം. ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട്, പല സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ നമ്മൾ കേരളത്തിലൊക്കെ വിട്ട് വളർത്തുന്നുണ്ട്. പക്ഷേ അതിന് ഒറിജിൻ ശരിക്കും ഹിമാലയത്തിലാണ് കൂടുതൽ, തണുപ്പുള്ള സ്ഥലങ്ങളിലാണല്ലോ. അത്രയേ ഉള്ളൂ, ഇവിടെ വളരും. അല്ല, കാണാത്തത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ സാധനം എരുക്കാണ്. എരുക്കെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. ഇതിപ്പോൾ എരുക്കിൽ തന്നെ 2 വിഭാഗം ഉണ്ട്, വെള്ള എരുക്കുണ്ട്, നീല എരുക്കുണ്ട്. ഇത് വെള്ളയാണ്, ഔഷധ ഗുണം കൂടുതലുള്ള സാധനമാണ് വെള്ള. അത് രണ്ടും ഒന്നല്ലേ? അതെ, കാട്ടുമുരിഞ്ഞ സാധനമാണ്. അതെ അതെ, തൊടിയിൽ കാട്ടിലൊക്കെ ഫോറസ്റ്റിൽ ഉണ്ടാവുന്ന സാധനമാണ് കാട്ടുമുരിഞ്ഞാണ് തട്ടായിട്ട് കാണുന്നത്. അത് സപ്പോർട്ടയാണ്. ഇത് പിന്നെ ഇതല്ലേ നമ്മളെ ആഞ്ഞിലം. അതെ, ആഞ്ഞിലി മരം. മിനിമം 30 സ്പീഷീസാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വേണ്ടു. 30 ആകുമ്പോൾ ശരാശരി ഓരോന്ന് 10-15 വരും. നമ്മളതിന് പകരം ഒരു 87 സ്പീഷീസ് എടുത്തു. അപ്പോൾ ശരാശരി ഒരു 4-5 വെച്ചിട്ട്, എല്ലാ എണ്ണങ്ങളും 4-5 വെച്ചിട്ട്. അതിപ്പോൾ 2.5 സെൻറ്റാണുള്ളത്. 2.5 സെൻറ്റ് ഫുൾ ഏരിയ. അപ്പോൾ ആദ്യം അതിൻ്റെ മേൽമണ്ണ് ഒരു 20 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ മേൽമണ്ണ് നമ്മൾ മാറ്റി വെച്ചു, നല്ല നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ബാക്കിയുള്ള മണ്ണ് ഫുള്ളായിട്ട് JCB വെച്ച് എടുത്ത് പുറത്തേക്ക് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം ഈ കുഴിയിൽ, അപ്പോൾ 1 മീറ്റർ ആളുള്ള കുഴിയാണ്. നമുക്കിവിടെ ചില ഭാഗത്ത് 1 മീറ്ററിൽ കൂടുതലുണ്ട്, ആ ഭാഗത്തൊക്കെ 1.5 മീറ്റർ നല്ലോണം ഉണ്ടായിരുന്നു. ആ കുഴിയിൽ നമ്മൾ അടിയിൽ ലേശം തിരിച്ചാൽ നമ്മുടെ അടുത്ത് ചകിരി ഉണ്ടായിരുന്നു, നല്ല നാളികേരത്തിൻ്റെ ഒഴിവാക്കി ചകിരി ഉണ്ടായിരുന്നു. ഒരു 2000 നാളികേരത്തിൻ്റെ ചകിരി ആദ്യം അടിയിൽ പരത്തിയിട്ടു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഇതിൽ 3 സാധനമാണ് മിക്സ് ചെയ്യുക. സാധാരണ നിലയ്ക്ക് മണ്ണും വളവും ചകിരിച്ചോറും, ഇത് 3 കൂടിയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ചകിരിച്ചോറ് വാങ്ങുമ്പോൾ കുറച്ച് കോഴിക്കാഷ്ടവും കൂടി ചേർന്നിട്ടുള്ള ചകിരിച്ചോറ് വാങ്ങി. അപ്പോൾ ആ കോഴിക്കാഷ്ടത്തിൻ്റെ ഗുണവും കൂടി കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു 4:3:3, അതാണ് ഏകദേശം ഒരു പ്രൊപ്പോർഷൻ പറയാം. 4 മണ്ണും 3 ചകിരിച്ചോറും 3 ചാണകവളവും, ഇതാണ് പ്രൊപ്പോർഷൻ. നമ്മളതിൽ കോഴിക്കാഷ്ടവും കൂടി മിക്സ് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ ഒരു ഏകദേശം ഒരു 2000 കിലോ കോഴിക്കാഷ്ടവും ഒരു 2000 കിലോ ഇത് എന്താ പറയുക വളവും ഉണ്ടാവും, അത്രയും ചകിരിച്ചോറും ഉണ്ടാവും. സാധനങ്ങളാണ്. അതിൽ കൂടെ മണ്ണും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെച്ച് നിറച്ചു, കുഴി നിറച്ചു. അടിയിൽ ചകിരി ഇട്ടതിൻ്റെ മുകളിൽ നിറച്ചു, അത്രയും ടോപ്പ് വരെ നിറച്ചു.
അങ്ങനെ നിറച്ച് അതിലാണ് നമ്മൾ ചെടികൾ കുഴിച്ചിടുക. ചെടി കുഴിച്ചിരുന്നത് ഓരോ സ്ക്വയർ മീറ്റർ ആയിട്ട് ആദ്യം കള്ളിയായിട്ട് തിരിക്കും. കാരണം കറക്റ്റായിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ മീറ്ററിൻ്റെ കള്ളി തിരിച്ചിട്ട് ഓരോ സ്ക്വയർ മീറ്ററിൽ 4 മരങ്ങളാണ് കുഴിച്ചിടുക. അപ്പോൾ 4 മരങ്ങൾ പല ഡിസൈനിലും കുഴിച്ചിട്ടുള്ളവരുണ്ട്, ചിലർ 4 സൈഡിലായിട്ട് കുഴിച്ചിട്ടുള്ളവരുണ്ട്, ചിലരിങ്ങനെ ട്രയാങ്കിൾ പോലെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ചപ്പോൾ കുറച്ചുകൂടി നന്നാവുക ഇതിലൊരു വൈ ഷേപ്പിൽ, അതായത് നടുക്ക് വലിയ മരവും കോർണറിൽ ഇടത്തരം മരവും 2 സൈഡിൽ ചെറിയ കുറ്റിച്ചെടികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മരങ്ങളും, അങ്ങനെ 4 എണ്ണം ഒരു കുഴിയിൽ കുഴിച്ചിട്ടു. അങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാ കുഴിയിലും. അപ്പോൾ നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു വൈ എന്നുള്ള പാറ്റേൺ, ആ പാറ്റേണിലാണ് മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും വളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 2000 കിലോളം ചാണകവളമുണ്ട്, അത്രയും കോഴി കാഷ്ടമുണ്ട്, പിന്നെ അതിൻ്റെ ആ ഊർവരത നിലനിർത്താൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളം ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിന് ഫുൾ വളർച്ചയ്ക്കുള്ള വളം ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ റെഗുലറായിട്ട് നനച്ചു കൊടുക്കുക. മൺസൂണിൽ ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മൾ നനച്ചു കൊടുക്കണം. വേനൽക്കാലത്തും ഒക്കെ നനച്ചു കൊടുക്കേണ്ടി വരും. ആദ്യത്തെ ഒരു 3 വർഷം എങ്ങനെയായാലും നനച്ചു കൊടുക്കേണ്ടി വരും. 3 വർഷത്തോടു കൂടി അത് സാധാരണ അതിൻ്റെ സ്വാഭാവിക വളർച്ചയിലേക്ക് എത്തും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. ആ 3 വർഷത്തെ മെയിൻ്റനൻസ് നമ്മൾ നല്ല രീതിയിൽ നോക്കണം. പിന്നെ കാര്യമായിട്ട് കളകളുണ്ടാവും, കാരണം ഇത്രയും വളം ഇതിൽ കിടക്കണതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വളരിൻ്റെ ഒപ്പം തന്നെ കളകളും നന്നായിട്ട് വളർന്നു. അപ്പോൾ കളകളൊക്കെ നമ്മൾ ആദ്യത്തെ 3 കൊല്ലം നല്ലവണ്ണം കളഞ്ഞ് റിമൂവ് ചെയ്ത് വൃത്തിയാക്കി കൊണ്ട് നടക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് വരുന്നത്. പിന്നെ നനയ്ക്കലും ഇത്രയും വേറെ ഒന്നും ഇതിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യാഗ്രഹം കൂടുതൽ നന്നായിട്ട് പറയാൻ നന്നാവുക. ഗവൺമെന്റിന്റെ പരിപാടി ഇത് ആകുമ്പോൾ ഓരോട്ട് പറയുന്ന ഡേറ്റിന് ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ മാർച്ചിൽ തീരണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് പണി തുടങ്ങിയത്. അത് ഇപ്പൊ നടാൻ കുറച്ച് താമസം വന്നത് കലക്ടർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മുഴുവൻ ഇങ്ങനെ വന്ന് കാണണം എന്നുള്ളൊരു പറഞ്ഞപ്പോൾ അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയതാണ്. അല്ലെങ്കിൽ 1 മാസം മുന്നേ നട്ടിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിയുന്നത് ഒരു ഡിസംബർ ജനുവരി സമയത്ത് എങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ വെയിലിൻ്റെ ശക്തി ആകുമ്പോഴേക്കും ഒന്നുകൂടി വേര് പിടിച്ചോളും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മൺസൂൺ തുടങ്ങുന്നതോടുകൂടി പെട്ടെന്നാണ് വളർച്ച വരും. അപ്പോൾ ഡിസംബറിൻ്റെ മുമ്പെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നന്നാവും എന്നാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ചിട്ട് നന്നാവുക. മൺസൂൺ തുടങ്ങിയ സമയത്ത് വേണമെന്നില്ല, ആ സമയത്ത് വല്ലാതെ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ഡിസംബറിലൊക്കെ ആയിട്ട് ചെയ്താൽ കൂടുതൽ നന്നാവും. നമ്മളിപ്പോൾ കുറച്ച് വഴുകി, നമ്മളിപ്പോൾ ഫെബ്രുവരി ലാസ്റ്റാണ് നമ്മൾ ചെയ്തത്. നമ്മൾ അതിന് മുമ്പ് ഒരുങ്ങായല്ല, ജനുവരിയിൽ തന്നെ നമ്മൾ ഒരുങ്ങിയിരുന്നു. ജനുവരി 29 ഇപ്പോൾ ഈ ഒരു മെത്തേഡിന് പറയുക മിയാവാക്കി ഫോറസ്റ്റൈസേഷൻ എന്നുള്ള പേര്. മിയാവാക്കി എന്ന് പറയുന്നത് ജപ്പാനിലൊരു ശാസ്ത്രജ്ഞനാണ്, അക്കിര മിയാവാക്കി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. 93 വയസ്സായി. ജനുവരി 29 അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ കഴിഞ്ഞ ജനുവരി 29 അദ്ദേഹത്തിൻ്റെ 93ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് പറ്റുമെങ്കിൽ പ്ലാൻ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ ഒരു കലക്ടറുടെ സമയം കിട്ടാനുള്ള താമസം കൊണ്ട് നീണ്ടുപോയി ഫെബ്രുവരിയിലേക്ക് ആയതാണ്. ഇപ്പോൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് പൊതുവേ ഈ ഒരു കൺസെപ്റ്റ് എല്ലാ സ്ഥലത്തും, കാരണം കുറഞ്ഞ സ്ഥലങ്ങളിലെ ആളുകളൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു 5-6 വർഷത്തിന് ഉള്ളിലേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളൂ. ഈ പ്രധാനമായിട്ട് ഹരികുമാർ എന്ന് പറഞ്ഞ ക്രൗഡ് ഫോറസ്റ്റിങ്ങിൻ്റെ അദ്ദേഹം തന്നെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോയിലും പറയുന്നുണ്ട്. വേറെ ആരും ചെയ്തതായിട്ട് അദ്ദേഹത്തിന് അറിവില്ല, എന്നാലും അദ്ദേഹമാണ് ഔദ്യോഗിക പുറത്തേക്കൊക്കെ പ്രചാരമായിട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 1-2 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഒരു മാതൃഭൂമിയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടൊരു പട്ടിക്കാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ സ്കൂളിലൊക്കെ ഒന്ന് ചെയ്തതായിട്ട് കണ്ടു. പിന്നെ അതുപോലെ വളാഞ്ചേരി അവിടെ ഇതൊരു NGO-കാരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ചെയ്തത് ഇതും ഇതിൻ്റെ കൂടെ വരണം എടരിക്കോട് കോട്ടക്കൽ പഞ്ചായത്തിലൊന്ന് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ ചെയ്തായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ പിന്നെ ചെയ്യാൻ ഇപ്പം ഇത് കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇത് മനസ്സിലായപ്പോഴേ ഇനിയും അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, ഇത് വന്ന് കാണലുണ്ട്. അപ്പോൾ ഇനി ഇത് തുടർന്ന് ഇനി ഉണ്ടാവും. ഇതിനിപ്പോൾ ഇവർ പറയണത് എങ്ങനെയാ വെച്ചാൽ, ഈ മിയാവാക്കി കൺസെപ്റ്റിൽ പറയണത് എങ്ങനെയാ വെച്ചാൽ, 1 സ്ക്വയർ മീറ്റർക്ക് ഒരു 5 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം വേണം ഈ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഇത്രയും ഏരിയ ഉണ്ടാകുമ്പോൾ 100 സ്ക്വയർ മീറ്റർ ആകുമ്പോൾ 500 ലിറ്റർ വെള്ളം എങ്ങനെയായാലും വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത്രയും വളവും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നനവ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള വളർച്ച ഉണ്ടാവാൻ താമസം വരും. അപ്പോൾ നനയ്ക്കാൻ ഒന്നുകിൽ പൈപ്പ് വെച്ച് നനയ്ക്കാം, അല്ലെങ്കിൽ പക്ഷേ ഇതിന് ഉള്ളിലൂടെ നടന്ന് നനയ്ക്കുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്പ്രിംഗ്ലർ വെച്ചാൽ മതി, സ്പ്രിംഗ്ലർ വെച്ച് വയ്ക്കാം. നമ്മൾ പിന്നെ ഇവിടെ നമുക്ക് ഹൈറ്റ് കൊണ്ടും ഇതും വ്യത്യാസം ഉണ്ടാവുകൊണ്ട് പൈപ്പ് വെച്ച് നടന്ന് നനയ്ക്കുകയാണ്, ബുദ്ധിമുട്ടില്ല, 10 മിനിറ്റിൻ്റെ വിഷയമേ ഉള്ളൂ. അപ്പോൾ 500 ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം. നട്ട് ഒരാഴ്ച 2 നേരം നനയ്ക്കുക, പിന്നെ ഒരു നേരം നനയ്ക്കുക. നമ്മൾ ഈ നനയ്ക്കണ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാടത്ത് ഒരു കിണർ കുഴിച്ചിട്ട് ആ കിണറിൽ നിന്ന് നമ്മൾ മലയുടെ അവിടെ മുകളിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, 2000 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതൊരു 350-400 മീറ്ററോളം ദൂരം ഉണ്ടാവും. അത്രയും ഓരോ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് വഴി എടുത്തിട്ടാണ് നമ്മൾ നനയ്ക്കണത്.
ഡ്രിപ്ലിക്കേഷനിൽ ഒരു പരിമിതി എന്താ വെച്ചാൽ ഡ്രിപ്ലിക്കേഷൻ ശരിക്കും ഓരോ പ്ലാന്റിൻ്റെയും ചോട്ടിലാണ് ഈ വെള്ളത്തുള്ളി വീഴ്ത്തുക. അപ്പോൾ ഈ 400 തൈ ഉണ്ടാകുമ്പോൾ 400-ന് താഴെയും പൈപ്പിൽ അപ്പോൾ ചിലവ് കൂടുതലാവും. കാരണം ഓരോ തൈൻ്റെയും ചോട്ടിൽ ഇത് ഏറ്റവും സുഖം ഇത് തന്നെയാണ്. പൈപ്പ് മേടിച്ച് ചുറ്റുഭാഗം നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകൊണ്ട് ചുറ്റുഭാഗം നമുക്ക് അതിന് മഴ പെയ്യുമ്പോൾ ചെയ്യാം. 10 മിനിറ്റേ വേണ്ടി വരും. ഒരു ചെടിക്കും കേട് വരില്ല. മറ്റേ ചെടി പിന്നെ ഒടിയാനും ഊക്കിലടിച്ചാൽ നനഞ്ഞ് അത് ഒടിഞ്ഞ് ചെറിയ തൈകളാണ്. ഒരു കൊല്ലം നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ഇത്തിരി തിങ്ങി നിൽക്കുന്നുണ്ട്, നമുക്ക് ഒന്നിച്ചടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ മഴ പെയ്യുമ്പോൾ ചെയ്യിച്ചാണ്ട് നിർത്തിയാൽ അത് ആ പൂല് നല്ലോണം എല്ലായിടത്തും ശരിയായിട്ട് നിൽക്കും. ഒറ്റച്ചെടികൾ ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. 4 ഇതായിട്ടുള്ള മരങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ആ വലുതിന് പോണതിന് നമുക്ക് നല്ല തറി കൊടുക്കേണ്ടി വരും. നല്ല ഇളക്കുള്ള മണ്ണിലാകുമ്പോൾ പെട്ടെന്ന് വളരുമ്പോൾ പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. ഒലഞ്ഞ് മുരട് പഴങ്ങും. അങ്ങനെ വരും. ഇനി ഒരു 2 കൊല്ലം കഴിഞ്ഞാലേ ഇതിൻ്റെ മണ്ണ് സെറ്റ് ആവുള്ളൂ. അപ്പോഴേക്കും ഇത് ചെടികൾ പെട്ടെന്ന് വളരും. അതിന് ഒരു ഇത് തറികളുണ്ട്. ഇനിയിപ്പോൾ തറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിരത്തിയപ്പോൾ പിന്നെ ഒരു കല്ല് കിട്ടിയപ്പോൾ ഇവരെ അഭിപ്രായത്തിൽ അതൊരു നല്ലൊരു കുട്ടികൾക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്നൊരു ഇതായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി വെച്ചതാണ്. ജെസി കൊണ്ട് കയറ്റി വെച്ചത് ഇതായിട്ട്. ഇതിൻ്റെ സർഫസ് നല്ലൊരു പരന്നൊരു സർഫസാണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ ആ കല്ലിങ്ങോട്ട് കയറ്റി വെച്ചാൽ നമുക്ക് ഇതൊക്കെ പൊന്തി കഴിയുമ്പോൾ ഇവിടെ വന്നിരുന്നാൽ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം വേണമെങ്കിൽ ഫ്രീ ആയിട്ടിരുന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ അതിനൊക്കെ അനുകൂലമായൊരു സാഹചര്യമാണെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളങ്ങനെ പറഞ്ഞപ്പോൾ സേട്ടൻ പറഞ്ഞു ശരി നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് കയറ്റി വെച്ചതാണ്. കയറ്റി വെച്ച് റെഡിയാക്കി വെച്ചു. നമ്മളിപ്പോൾ ഈ പദ്ധതിക്ക് അവരുടെ സെൻട്രൽ ഗവൺമെൻറ് എയ്ഡിൽ ചെയ്യുകൊണ്ടും ബ്ലോക്ക് വഴി ചെയ്യുകൊണ്ടും അവരുടെ ചില പേരുകളും കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് വെക്കണം എന്നുള്ളതുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റൊക്കെ എഴുതിയിട്ട് വെക്കണമെന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ അതിനൊരു പേര് സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വസ്തി വനം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളതിന് പേര് കണ്ടെത്തിയിട്ടുള്ളത്. ആ പേരാണ് നമ്മളിപ്പോൾ അതിനിടാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ബോർഡ് തയ്യാറാക്കാൻ കൊടുത്തിട്ടുണ്ട്. ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിച്ച മരങ്ങളുടെയൊക്കെ പേരുകൾ, തൈകളെ സ്പീഷീസിൻ്റെ പേരുകൾ എഴുതി കഴിഞ്ഞാൽ ഭാവിയിലൊക്കെ ആളുകൾക്ക് അത് ഉപകാരമാവും എന്നുള്ളതുകൊണ്ട് ആ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബോർഡ് തയ്യാറാക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓരോ മരത്തിലും പോയിട്ട് പേരെഴുതി വെക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാകും. കാരണം ഇത്രയും ക്രൗഡായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വിഷമാവും. അതുകൊണ്ട് പുറത്ത് ബോർഡ് വെക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതായത് പണ്ടൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഭൂമി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ കാടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഴയ തറവാടുകളിലൊക്കെ കാവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രിസർവ് ചെയ്തിരുന്നു. ഇന്നിങ്ങനെ അണുകുടുംബങ്ങളായി ഓരോരുത്തരുടെ കയ്യിലും ഭൂമിയുടെ അളവ് കുറഞ്ഞു വന്ന് 2 സെൻറ്റും 5 സെൻറ്റും 10 സെൻറ്റൊക്കെ ആയ അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ സാഹചര്യം വന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ 5 സെൻറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് പോലും വേണമെങ്കിൽ ഇതേപോലെ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 3 സെൻറ്റിൽ ഇപ്പോൾ വീടുണ്ടാക്കാൻ കഴിയും. ബാക്കി 2 സെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു സെൻറ്റ് മുറ്റമാക്കി മാറ്റി നിർത്തിയാൽ ബാക്കി 1 സെൻറ്റിൽ നമുക്ക് ഇതുപോലെ മരങ്ങൾ കുഴിച്ചിടാം. അപ്പോൾ ശരിക്ക് ഒരു എന്താ പറയുക, കാലഘട്ടത്തിൻ്റെ ആവശ്യം. 1 സെൻറ്റിൽ കാടുണ്ടാക്കിയാലും മതിയല്ലോ. അങ്ങനെ 100 ആളുണ്ടാക്കി കഴിഞ്ഞാൽ 100 സെൻറ്റായി. 1000 ആളുണ്ടാക്കിയാൽ 1000 സെൻറ്റ് 10 ഏക്കറായില്ലേ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴാണ് ഇത്ര എക്സ്പെൻസ് വരിക. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര തന്നെ വേണമെന്നില്ല. സ്വാഭാവിക നാട്ടിൽ നിന്ന് കിട്ടുന്ന തൈകളൊക്കെ കിട്ടി ചെയ്യുകയാണെങ്കിൽ ഇത്ര ചിലവ് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ എല്ലാ തൈകളും നമ്മളിപ്പോൾ പ്രൈവറ്റ് നഴ്സറിയിലൊക്കെ പോയിട്ട് മേടിച്ചതാണ്. ഗവൺമെൻറ് നഴ്സറികളിലൊക്കെ കിട്ടും, പക്ഷേ ഉദ്ദേശിക്കുന്നത് എല്ലാം കിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ തിരഞ്ഞു നടക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ട് പ്രൈവറ്റ് നഴ്സറിയിൽ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനുള്ള ചിലവുകൾ കുറച്ച് കൂടുതലായി വന്നു എന്ന് മാത്രം.